നിങ്ങൾ നല്ല മസിലൊക്കെ ഉള്ള ആളാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ്സം, നല്ല ലുക്കുള്ള ആളാണ്, അതിനർത്ഥം നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആണെന്നാണോ? അതും കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതിന് എന്ത് വേണം എന്നുള്ളതും കൂടി നമുക്ക് ഈ വീഡിയോയുടെ ഒടുവിൽ നമുക്ക് പറയാം. പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിയ ശബ്ദത്തോടെ ചിലർ പറയും, ചിലർ കൈപൊക്കി തന്നെ ഇല്ല. ചില മോട്ടിവേഷൻ ട്രെയിനിലേക്ക് ചെന്നിട്ട് ഐ എം കോൺഫിഡൻറ്റ് എന്നൊക്കെ പലരും ഉള്ള ഉച്ചത്തിൽ പറയും. പക്ഷെ അത് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പൂച്ചയെ പോലെ ഇറങ്ങി വരും. അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് 4 ആൾ കൂടുമ്പോൾ നമുക്ക് വരുന്ന സാധനമല്ല. അതുകൊണ്ടാണ് അവിടെ ഒച്ചത്തിൽ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും നമ്മൾ കോൺഫിഡൻസ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കണം. ഒരു കാര്യത്തിലേക്ക് അടുക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാം. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ആണെന്ന് പറയണമെങ്കിൽ നമുക്കതിൽ ചില കാര്യങ്ങൾ, അതായത് എബിലിറ്റി, നമുക്ക് സ്കിൽസ് ഉണ്ടാവണം അല്ലേ? കഴിവില്ലാത്തതുകൊണ്ടാണോ നമ്മൾ പറയുന്നത് എനിക്കത് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത്? അപ്പോൾ കഴിവിന് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാ കഴിവുകളും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഘട്ടത്തിലൂടെ പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണോ? ആ ചെയ്യുന്ന റിപ്പീറ്റായി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ കോൺഫിഡൻസ് ആവുക. ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും. പലരും ഓഫീസിൽ സ്ട്രെസ് എന്ന് പറയുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ട് അവർക്കൊരു കോൺഫിഡൻസ് വരാത്ത എന്താ? റിപ്പീറ്റായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തില്ല? ആ സ്കിൽസിനകത്ത് എബിലിറ്റി നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കില്ല. നമ്മൾ എന്താണോ സർട്ടിഫൈഡ് ആയത് അത് തന്നെ എന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ എബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കത് ഫീൽ ചെയ്യണം. ഞാൻ ഇതിന് കോൺഫിഡൻസ് ആണെന്ന് ആ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ നേടിയെടുത്തുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ ഒരു മസിലുള്ള ആളെ കുറിച്ച് പറഞ്ഞു നമ്മൾ, അപ്പോൾ അദ്ദേഹം മസിലുണ്ട് എന്നുള്ള അദ്ദേഹത്തെ ഫീൽ ചെയ്യുമ്പോഴാണ് അത് പ്രവർത്തിക്ക് വരിക. അപ്പോൾ കഴിവ് അദ്ദേഹം ആവശ്യത്തിന് എടുത്തു, ജിമ്മിലൊക്കെ പോയി ആ സ്കില്ലിലൂടെ ആൾ ബോഡി ബിൽഡ് ചെയ്തു. പക്ഷെ അത് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും കോൺഫിഡൻസ് ആയിട്ട് വരിക. അതുകൊണ്ട് നമുക്ക് പലരും അങ്ങ് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും 2 ക്വസ്റ്റ്യൻസ് ഇടുക. നമ്മുടെ എബിലിറ്റി, സ്കിൽ എത്രത്തോളം ഉണ്ട്, അതോടൊപ്പം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു സർട്ടിഫൈഡ് മേടിച്ചു, സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൈ പിടിച്ചിരിക്കുക. അല്ല ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക, ഈ വർക്ക് എങ്ങനെ ചെയ്യുക എനിക്കറിയില്ല. അപ്പം നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസിങ് വേണം. ഈ എക്സ്പീരിയൻസിന് വേണമെന്ന് മാറിയിരിക്കാൻ പറ്റും ഇല്ല. നമുക്ക് തെറ്റുകൾ സംഭവിക്കും നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ. ഇപ്പോൾ 2 കണ്ടീഷനിങ് ഉണ്ട്. ചിലപ്പോൾ ചിലർ ഓവർ കോൺഫിഡൻസ് ആവും, ചിലർ അണ്ടർ കോൺഫിഡൻസ് ആവും. അപ്പോൾ പലർക്കും എബിലിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് എന്തിനായിട്ടില്ല, ചെയ്യാനുള്ളത് ഫീൽ ചെയ്യുന്നില്ല, അവർക്ക് ഫീലിങ്സ് വരുന്നില്ല, എനിക്കത് പറ്റും എന്നുള്ളൊരു അണ്ടറായിട്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ തന്നെ താഴോട്ട് നിർത്തും. ചിലവർ എല്ലാം ചാടി പിടിച്ച് ഞാൻ ഒക്കെ ചെയ്തിരിക്കും, എനിക്ക് പറ്റും, ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ളവർ ചാടി പിടിച്ചു. പക്ഷെ അവർക്ക് ചിലപ്പോൾ സ്കില്ല് എന്നുണ്ടായില്ല, അത്ര മാത്രം ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരെന്ത് ചെയ്യും, ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് തനിയെ അവർ ബിൽഡ് ചെയ്തെടുക്കുന്ന. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല. എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്, നമ്മൾ തീരുമാനം എടുക്കണം, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം, തീരുമാനിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കുന്നതിന് പകരം ചെയ്യാൻ പറ്റുമെന്നുള്ള സ്വയം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും എന്ത് ചെയ്യുന്നത്, മാറിപ്പോകുന്നത്, പിന്തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആക്ഷൻസ് എടുക്കുമ്പോൾ തെറ്റും, സ്വാഭാവികമായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ചിലവർ എടുത്ത് ചാടുന്നവരുണ്ടാവും, ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് പിന്നെയാണ് തെറ്റ് പറ്റുക. തെറ്റിക്കോട്ടെ, പക്ഷെ എടുത്ത് ചാട്ടക്കാരാകണം എന്നല്ല. പക്ഷെ നമ്മൾ രണ്ടും അനലൈസ് ചെയ്യണം, നമ്മുടെ സ്കില്ലും അനലൈസ് ചെയ്യണം, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവണം. ഒരിക്കലും തിരിഞ്ഞ് ആ ആക്ഷൻ എടുക്കാതെ പിന്നെ വേറെ തോണിയിൽ കാലിടാൻ പോകരുത്. പലരും ഉണ്ട് ബിസിനസ് തുടങ്ങുന്നത്, പലരും ചെയ്യും കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അവർ അത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കൊരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഫീൽ ചെയ്ത് തുടങ്ങി. പക്ഷെ ചില പരാജയങ്ങളൊക്കെ നേടുമ്പോൾ നേരെ എന്ത് ചെയ്യും, നേരെ താഴോട്ട് വന്നിട്ട് വേറെ തോണി കാലിടും, വേറെ ബിസിനസ്സിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിനകത്ത് നമ്മുടെ എബിലിറ്റി കൂട്ടുന്നതോടൊപ്പം നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിച്ചാൽ മുമ്പേ തെറ്റ് ചെയ്ത് നടന്നു പോയവരുണ്ടാവും അല്ലേ? അവരിപ്പോൾ സക്സസ് ആയിരിക്കും, പക്ഷെ അവർ തെറ്റുകൾ ചെയ്തിട്ടാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ആ തെറ്റുകളെ മനസ്സിലാക്കി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസിഷൻസിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പക്ക കോൺഫിഡൻസിലേക്ക് നമുക്ക് മാറാൻ പറ്റും. നമുക്ക് ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര മെഷർ ചെയ്യാൻ പറ്റും? നമ്മുടെ ഹൈറ്റ് അളക്കുന്ന പോലെ നിന്റെ കോൺഫിഡൻസ് ഒന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ വളരെ പ്രകടമാണ്. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം നമ്മൾ എബിലിറ്റി കൂട്ടണം. സ്കിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആദ്യം ആർജിച്ചെടുത്തതെന്നല്ല, ലേൺ ചെയ്യുന്നതിനൊപ്പം റീലേൺ ചെയ്യാണ്. നമ്മൾ നമ്മളെ തന്നെ റീ എഞ്ചിനീയറിംഗ് ചെയ്യണം. കാരണം പഠിച്ചെടുത്തു എന്നതുകൊണ്ട് നമ്മൾ അതിലെല്ലാം പൂർണ്ണമായെന്നല്ല. നമ്മുടെ കാലഘട്ടം അത്ര ഫാസ്റ്റ് ആയിട്ട് വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ റീ എഞ്ചിനീയറിംഗ് നടത്തണം, വീണ്ടും റീലേൺ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പലപ്പോഴും പഠിച്ച കാര്യങ്ങളിൽ വീണ്ടും പഠിക്കാൻ പറ്റാത്തതാണ് നമുക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തതിന് കാരണം
എനിക്ക് വീണ്ടും തിരിച്ച് അത് പഠിച്ചെടുക്കുക, വീണ്ടും അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് പുതിയ സാഹചര്യത്തിനൊത്തും എനിക്ക് പെരുമാറാൻ പറ്റുന്നില്ല. അതാണ് ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കോൺഫിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ ക്യാരക്ടർ, നമ്മൾ ഒരാൾ കണ്ട നമ്മളൊരു അവൻ കോൺഫിഡൻസ് ഉള്ള ആളാണ്, നമ്മളെ കണ്ട ഇപ്പോൾ ചിലവർ നല്ല നെഞ്ചൊക്കെ വിരിച്ച് നല്ല പക്കായിട്ട് നടക്കാൻ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്, അദ്ദേഹം അവിടെ ആക്ട് ചെയ്യാണ്. കാരണം ഇദ്ദേഹത്തെ പറഞ്ഞ സ്കിൽസും മറ്റു ഉള്ളോ എന്നുള്ളതല്ല, അവിടെ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് നയിക്കണം, നമ്മളുടെ ഡിസിഷൻസിന് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങൾ മെച്ചപ്പാടുകൾ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾക്കാണ്, നമ്മുടെ കൂടെ ഉള്ളവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്കൊരു മികച്ച ലീഡർ ആകാൻ പറ്റും. അങ്ങനെ ലീഡർ ആകുന്നവർക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തെ നമ്മുടെ ഒപ്പം തുടരാൻ പറ്റുള്ളൂ. അത് വീട്ടിലായാലും ഓഫീസിലായാലും ക്യാമ്പസിലായാലും നല്ലൊരു ലീഡർ ആകണമെങ്കിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അതുകൊണ്ട് കഴിവിൽ ഒരു കോംപ്രമൈസ് വരുത്തുക, സ്കിൽ നേടുക എന്നതിൽ ഒരു കോംപ്രമൈസ് വരുത്തുന്നത്, അത് അവസാന ശ്വാസം വരെ നമ്മൾ നേടേണ്ട ഒരു കാര്യമാണ്. സ്കിൽസ് ആർജിച്ചെടുത്തേ പറ്റൂ.